എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൊരു 100ഓളം ലെക്ചർ സീരീസ് ചെയ്തിരുന്നു. ആത്മീയതയെക്കുറിച്ച് പലതും ചെയ്തിരുന്നു. ഞാനിപ്പോൾ ഒരു പോയിന്റിൽ അത് സ്റ്റോപ്പ് ചെയ്തു. ഇതിപ്പോൾ ചെയ്യാനൊരു കാരണം, നമുക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, പല ഗ്രൂപ്പുകളുണ്ട്. അതിൽ ആത്മീയ ഗ്രൂപ്പുകളുണ്ട്, പിന്നെ സിനിമ ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പം ഈ ആത്മീയ ഗ്രൂപ്പുകളിൽ വരുന്ന പല മെസ്സേജുകൾ, എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ നിന്നല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അതൊരു ഓർഗനൈസേഷനിൽ ഉള്ള ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ. ഓർഗനൈസേഷൻ എന്താണ്, പക്ഷേ അവിടുത്തെ മെമ്പേഴ്സ് എന്താണ് ചെയ്യുന്നത്, അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നീണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇന്നലെ അത് വായിക്കുകയുണ്ടായി. അപ്പം ശരിക്കും പല ആത്മീയ ഗ്രൂപ്പുകളിലും, അമ്പലമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇവിടെ എല്ലാം പേഴ്സണലി ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഒരുവിധ ഓർഗനൈസേഷനിലെല്ലാം മെമ്പർഷിപ്പുണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇവരുടെ പ്രാക്ടീസുകൾ, ഇവരുടെ എന്താണെന്ന് പഠിക്കാൻ പോയിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കണ്ടൊരു കാര്യം, ഈ ഓർഗനൈസേഷനിലെല്ലാം കോമൺ ചില ഫേസസാണ് കാണുന്നത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും മെമ്പേഴ്സായിട്ടുള്ളവരുണ്ട്. അതിൽ വളരെ ചുരുക്കം ആൾക്കാർ ചില ഓർഗനൈസേഷനിൽ മാത്രം മെമ്പറായിട്ടുള്ളവരുണ്ട്. ചിലർ മെമ്പറും അല്ല, ഓർഗനൈസേഷനിൽ വരുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇത് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇല്ല, ആരോ പറഞ്ഞു നമുക്ക് ഈ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയുണ്ട്. അധ്യാപകൻ വടിയെടുത്ത് അടിക്കുന്നത് പോലെ ഈ ഓർഗനൈസേഷനിലെല്ലാം ഒരാൾ കേമൻ, മറ്റൊരു കേമനല്ല എന്നുള്ള ഒരു ഇത് നമ്മളെടുക്കാറുണ്ട്. ഞാനുൾപ്പെടെ പറയാറുണ്ട്. പക്ഷെ നമ്മളിത് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, അതവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു തവണ പറയും, 2 തവണ പറയും. ഒരു 100 തവണ പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഓപ്ഷനുള്ളത്? ഒരു പഠിക്കാത്ത കുട്ടി എന്ത് സംഭവിക്കും? പരീക്ഷ എഴുതി തോറ്റ് 10 വർഷം എനിക്കറിയാം. നമ്മുടെ സ്കൂളിൽ പഠിച്ചൊരു പയ്യനുണ്ട്. അപ്പം ഇത് അവിടെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിയെ പുറത്താക്കാൻ നമുക്ക് പ്രൊവിഷനില്ല. പിന്നെ ആ കുട്ടിയെ സഹിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇത് വിമർശിക്കാമെന്ന് വെച്ചാൽ വിമർശിക്കാം. പക്ഷെ പലപ്പോഴും ഈ ആത്മീയ പാതയിൽ പോകുമ്പോൾ എന്താണ് ഈ ഓർഗനൈസേഷനിലൊക്കെ നടക്കുന്നത്, ഈ അന്വേഷിച്ച് പോകുന്നവർ എന്താണ് അന്വേഷിച്ച് പോകുന്നത്? കോൺഷ്യസ്നസ്, അവയർനെസ്, ബോധം, സന്തോഷം, സുഖം, സമാധാനം, ഇത് തന്നെയാണ് അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ഇത് അന്വേഷിച്ച് പോകുമ്പം ഒരു പക്ഷേ ഒരു പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കണ്ട് ഇൻസ്പയർ ആയിട്ടോ ആണ് പോകുന്നത്. ഉദാഹരണത്തിന് ജെ കൃഷ്ണമൂർത്തി, രമണ മഹർഷി, ഇവരുടെ പുസ്തകവും ഇവരുടെയും പ്രഭാഷണം കേട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓഷോ, അല്ലെങ്കിൽ എന്താണ് പറയുന്ന അതുപോലുള്ള ആൾക്കാർ, ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾ, ശങ്കരാചാര്യർ, അല്ലെങ്കിൽ ബാബാജി, ഇങ്ങനെ എടുത്ത് ഇന്ത്യയിൽ പറയപ്പെടുന്ന പേരുകൾ, ഇവരുടെ പുസ്തകം വായിച്ചോ പ്രഭാഷണം കേട്ടുമാണ് വരുന്നത്. പക്ഷേ ഈ വരുന്നവരെവിടാ ചെല്ലുന്നത്? അവർക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? എനിക്കിത് പറയാൻ പറ്റും. ഞാനിത് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയും നമ്മൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം അല്ല ഇവിടെ നിന്ന് പറയുന്നത്. ഇതെന്താണ് കാരണമെന്ന് ഞാൻ അനലൈസ് ചെയ്തപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരുടെയും തോട്ട് വേറെ ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഇതിൽ ചിലർ പറയും ഇതിന് പാത്തുണ്ട്. ഏതാ? സത്യാന്വേഷണത്തിൽ വഴികളുണ്ടെന്ന് പറയും. ചിലർ പറയും വഴിയില്ലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പാത്ത്ലെസ് പാത്തെന്ന് പറയും. ചിലർ പറയും പാത്തെന്ന് പറയും. ഇത് കോൺട്രഡിക്ഷൻ അല്ല. ശരിക്കും 4 പാത ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ 4 പാത്തുണ്ട്. അതിൽ ഒന്ന് ജ്ഞാനയോഗമാണ്. ഈ ജ്ഞാനയോഗ കാറ്റഗറിയിൽ വരുന്നവരാണ് ഈ ജെ കൃഷ്ണമൂർത്തിയും രമണ മഹർഷിയും ചട്ടമ്പി സ്വാമികളുമൊക്കെ. അപ്പോൾ അവരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ
അവർ എന്താണ് പറയുന്നത്, ആക്ഷൻ ഇനാക്ഷനാണ്, ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പം അതങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഭഗവത്ഗീതയിലെ കൃഷ്ണൻ, അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന ഫാദർ, ആ കാറ്റഗറിയിൽ വരുന്നതാണ്. അള്ളാഹു എന്ന് പറയുന്നത് പ്രവാചകനാണ്, അള്ളാഹുവിന് മുകളിലുള്ളത്, അൾട്ടിമേറ്റ് സാധനം, അതാണ് അത്. പിന്നെ ഇവർ പറയുന്ന ഭക്തിമാർഗ, ഈ ഭക്തിമാർഗയിലാണ് നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെയും അള്ളാഹുവിനെയൊക്കെ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വ്രതം എടുക്കുന്നു, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല, മദ്യം യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് പറയുന്ന സെക്സിനെക്കുറിച്ച്, ഭക്ഷണത്തിനെക്കുറിച്ച്, ഇങ്ങനെ പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഭക്തിയിൽ വരുമ്പോൾ അതല്ല അവിടെ നമ്മൾ 100% സറണ്ടർ ചെയ്യുകയാണ്. അതിനൊരു ഉദാഹരണം നമുക്ക് പറയാമെങ്കിൽ, ട്രാവൻകൂർ റോയൽ ഫാമിലി തിരുവനന്തപുരത്ത്, അവർ എല്ലാം പത്മനാഭനിലേക്ക് കൊടുത്തു എന്ന് പറയുന്ന ടോട്ടൽ സറണ്ടറാണ് ഭക്തിയിൽ. അവിടെ പാട്ട് പാടും, അവിടെ ഡാൻസ് ചെയ്യും, ഒക്കെ ചെയ്യും. ഈ പാട്ടുപാടലും ഡാൻസും ഈ ദൈവത്തിന് വേണ്ടിയുള്ള മന്ത്രവും പൂജയും ജ്ഞാനയോഗയിൽ ഇല്ല. എന്നാൽ ചില സ്ഥലത്ത് ഇതിൻ്റെ മിക്സ്ചർ കാണുന്നുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്യണം, അത് പ്രോപ്പറാണോ അല്ലയോ എന്നുള്ളത്. നമ്മൾ ആസ് എ സ്റ്റുഡൻ്റ് എന്താണ് എടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഇത് കഴിഞ്ഞ് കർമ്മയോഗ, അതാണ് ജീസസ് ക്രൈസ്റ്റ് ചെയ്തതും അർജുനൻ ചെയ്തതും അള്ളാഹു ചെയ്തതും. ഇവരെല്ലാം യുദ്ധം ചെയ്യുകയും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ രൂപത്തിൽ ഇവർ എതിർക്കുകയും ചെയ്തു. ജീസസ് ക്രൈസ്റ്റ് ചാട്ടവാറെടുത്ത് അടിക്കുന്ന രംഗമുണ്ടല്ലോ, അപ്പോൾ വയലൻസ് ഉണ്ട്. അപ്പം ഇത് കർമ്മയോഗയാണ്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആ പാതയിൽ അത് ശരിയാണ്. ഇനി രാജയോഗയുണ്ട്. അതെന്താ? അതിലാണ് നേരത്തെ പറഞ്ഞ കണക്ക് നോൺ വെജിറ്റേറിയൻ പാടില്ല, മദ്യം പാടില്ല, ഇന്ന രീതിയിലുള്ള സെക്സ് പാടില്ല, ഇതതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇത് നാലാണ്. ഇതിനെ നമ്മൾ അവിയലായിട്ട് കുഴച്ചാൽ എന്ത് സംഭവിക്കും? അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, പുതിയതായിട്ട് വരുന്നവരുടെ കാര്യം അല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കോഞ്ഞാട്ടയാവും. ഇതാണ് സംഭവിക്കുന്നത്. ആദ്യം നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ എങ്ങനെ ഏത് പാതയിൽ പോകണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ആ പുസ്തകങ്ങൾ മാത്രമേ വായിക്കാവൂ. അത് പറയുന്നവരുമായിട്ടേ സത്സംഗത്തിൽ കൂടാവും, അല്ലെങ്കിൽ അടി ഉണ്ടാവും. എല്ലാ ഓർഗനൈസേഷനിലും അടി ഉണ്ടാകുന്നത് ഇത് ബേസ് ചെയ്തിട്ടാണ്. അറിവുള്ളവനും അറിവില്ലാത്തവനും തമ്മിലുള്ള അടിയാണ് നടക്കുന്നത്. ഈ ജയകൃഷ്ണമൂർത്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ 2 കാറ്റഗറി ആൾക്കാരേ ഉള്ളൂ, അറിവുള്ളതും അറിവില്ലാത്തതും. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് പോകണം. അല്ലെങ്കിൽ ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓരോരോ സന്ദേശങ്ങൾ വരികയും ഇതിങ്ങനെ പറഞ്ഞ് ഒരു പ്രോഗ്രസ്സും വരത്തില്ല. എവിടെ ചെന്നാലും ഒറ്റ കാര്യമേ ഉള്ളൂ, സെൽഫ്ലെസ് ലവ്. എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് ഒന്നായി കാണാൻ പറ്റണം. ഒന്നായി കണ്ടാൽ നമുക്ക് സ്നേഹിക്കാൻ ഇല്ല, നമ്മളെ തന്നെ സ്നേഹിക്കുമോ? ഇതാണ് സെൽഫ്ലെസ് ലവ്. ഇത് പറഞ്ഞ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയുള്ള മെസ്സേജ്, ഇവരെന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് ഒരു പിടിയില്ല. വഴി തെറ്റിക്കാൻ അല്ലാതെ ഇതാർക്കും ഉപകരിക്കത്തില്ല. താങ്ക് യു.